വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു നിമിഷം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഭക്തിപൂർവ്വം ഒരുങ്ങാം, കണ്ണുകളടയ്ക്കാം, ശാന്തമാകാം, പ്രാർത്ഥിക്കാം. താവേദിൻ്റെ വചനത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ പതിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളുടെ വിശ്വാസം ആഴപ്പെടുവാനായിട്ട് ഈ ശുശ്രൂഷ കാരണമാകട്ടെ. താവേ, അങ്ങിലുള്ള ഞങ്ങളുടെ വചനത്തിലുള്ള ആഴമായ വിശ്വാസ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, സഭയുടെ ചൈതന്യമായി നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സഭാപ്രബോധനങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, വചനത്തിലൂടെ ആത്മാവും ജീവനുമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് അറിയണമേ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന ദൈവിക കൃപകളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ചാണ്. മരണമുണ്ടോ എന്നത് ചോദ്യത്തിന് പ്രസക്തമല്ലാത്തൊരു കാര്യമാണ്. മരണം ഉറപ്പാണ്. കാരണം ഇന്ന് വരെ ഈ ഭൂമിയിൽ ഇത്രയും കാലമായി മരണമില്ലാതെ മരിക്കാത്ത ആളായി ഒരാളെ പോലും കാണിച്ചു തരാൻ നമുക്കില്ല. എന്നാൽ ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുവേണ്ടി ഈ ലോക ജീവിതത്തെ ക്രമപ്പെടുത്തണം. മരിച്ചവരെക്കുറിച്ച് പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിക്കാൻ ഇടവരുകയും ചെയ്തു. നമ്മളിന്ന് ധ്യാനിക്കുന്നത് കൊരിന്ത്യക്കാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 15-ാം അധ്യായമാണ്. അവിടെ പ്രതിപാദിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന ബോധ്യവും പാഠവുമാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മരിച്ചവർ ഉയർക്കുകയില്ല എന്ന് പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് പലരും. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു എന്നും പ്രഘോഷിക്കുന്നുണ്ട്. പക്ഷേ മരിച്ചവരെക്കുറിച്ച് യാതൊരു ചിന്തയും അവർക്കില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യേണ്ട എന്ന് പഠിപ്പിക്കുന്ന ചില സഭാവിഭാഗങ്ങളുണ്ട്. ഈ വചനം അവർ പഠിക്കട്ടെ, മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി നിങ്ങൾ പ്രഘോഷിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് എങ്കിൽ ഈ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടിസ്ഥാന തത്വം തന്നെയാണ് മരിച്ചവരുടെ ഉത്ഥാനവും. മരിച്ചവരെല്ലാവരും ഉയർപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഇതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അപ്പം മരിച്ചവരാരും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മുടെ വിശ്വാസത്തിന് എന്താ അടിസ്ഥാനം ഇരിക്കുന്നത്? അതുകൊണ്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി
അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും മാത്രം എടുത്തുകൊണ്ട് ഇതാണ് ക്രിസ്തു, ഇതാണ് സുവിശേഷം എന്ന് പറയുന്ന വികലമായ കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് മരണത്തെയും സഹനത്തെയും ജയിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ തരുന്ന വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതത്തിനു വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കാൻ മറന്നു പോകാതെ ആ പ്രത്യാശയിൽ ആഴപ്പെടാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളതെങ്കിൽ നിർഭാഗ്യരാണ്. എന്നാൽ ഈ ജീവിതത്തിന് വേണ്ടി അല്ല, അതിനുവേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി, പുനരുത്ഥാനത്തിൻ്റെ ഒരു മഹത്വത്തിനു വേണ്ടി ക്രിസ്തുവിൽ നീ പ്രത്യാശ വെച്ചിട്ടുള്ളയാളാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ക്രിസ്തു ഇടപെടുന്നില്ല എന്ന് തോന്നുന്ന കുരിശിൻ്റെ സഹനത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങൾ വരുമ്പോഴും നീ നഷ്ടധൈര്യനാവില്ല, നിൻ്റെ വിശ്വാസത്തിൽ നീ പുറകോട്ട് പോവില്ല. നീ പ്രത്യാശ വെച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഉത്ഥാനമുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉത്ഥാനത്തിലും വിശ്വസിച്ചേ പറ്റൂ. ഇനി എങ്ങനെയായിരിക്കും ഈ ഉയർപ്പിൻ്റെ ആ ഉത്ഥാനത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മളൊക്കെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നുണ്ട്, പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. പാപങ്ങളുടെ മോചനം, ശരീരത്തിൻ്റെ ഉയർപ്പ്, നിത്യമായ ജീവിതം, ഇത് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. കാരണം നിൻ്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ആ പാപത്തിന് പരിഹാരം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും നിന്നെ പാപമോചനത്തിന് അർഹനാക്കുന്നു. നീ അനുദപിച്ച് കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് മിശിഹാ തമ്പുരാൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നീ പാപത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ പ്രാപിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിടുതൽ നിന്നെ എത്തിക്കുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പിലേക്കാണ്. ആ ശരീരത്തിൻ്റെ ഉയർപ്പിലാണ് നിനക്ക് നിത്യമായൊരു ജീവിതമുള്ളത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടെയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? ചോദിക്കുക. നമ്മുടെയൊക്കെ ഒരു ചോദ്യമാണ്, ഈ ശരീരം ഇതേപടി ഉണ്ടാവുമോ? ഈ കണ്ണും ഈ കാതും ഈ മൂക്കും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവുമോ? ഈ ഷേപ്പ് തന്നെ ആയിരിക്കുമോ? ആൾക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമോ? ഇതൊന്നും സഭയിൽ ആളുകൾ ചോദിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ലേഖനത്തിൽ കുറിച്ചു വച്ചിരിക്കുകയാണ്, വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം അത് തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ ഈ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നത് ഒരു കാർഷിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഗോതമ്പ് കൃഷി അധികമില്ലായിരിക്കാം, പക്ഷേ നെൽകൃഷിയൊക്കെ നമുക്ക് പരിചിതമാണ്. നെല്ല് വിതയ്ക്കുന്ന സമയത്ത് നെല്ലാണ് വിതയ്ക്കുന്നത്, ധാന്യമാണ് വിതയ്ക്കുന്നത്. ഗോതമ്പോ നെല്ലോ അല്ലെങ്കിൽ പയറോ, നമ്മൾ കൃഷി ഇറക്കുന്ന എന്തുമാകട്ടെ, ചേനയാകാം, ചേമ്പാകാം, അതിൻ്റെ ധാന്യം അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് നമ്മൾ വിതയ്ക്കുകയാണ്, നടുകയാണ്. ആ വിത്ത് മണ്ണോട് ചേർന്ന് ജീർണിച്ചഴുകി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പുതിയ നാമ്പ് രൂപപ്പെടും. ആ നാമ്പ് ആ വിത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
ഗോതമ്പിൻ്റെ ധാന്യമണി വിതച്ചെടുത്ത് നെൽക്കതിര് വരില്ല, അല്ലെങ്കിൽ നെൽച്ചെടി വരില്ല. നെല്ലിൻ്റെ വിത്ത് വിതച്ചെടുത്ത് അവിടെ നിന്ന് ഗോതമ്പ് ചെടി വളർന്നു വരില്ല. അപ്പോൾ നമ്മൾ മരിച്ച ഒരാളെ സെമിത്തേരിയിൽ അടക്കുന്നതോടുകൂടി ജീവൻ തീർന്നു എന്ന് ധരിക്കരുത്. അതൊരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ്. അവിടെ നിന്ന് ഈ ഭൗതിക ശരീരം ജീർണിക്കുമ്പോൾ ഒരാത്മീയ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരെ കാത്തിരിക്കുന്നു. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുന്ന ഒരു രംഗം. പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ തടി കൊണ്ടോ വൈക്കോല് കൊണ്ടോ നിർമ്മിക്കാൻ അഗ്നിയാലെല്ലാം വെളിവാക്കും. നിലനിൽക്കുന്ന പണി ചെയ്യുന്നവൻ വില നേടും. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ ആകത്തുകയാകുന്ന ഒരു ധാന്യം, നന്മ തിന്മ സമ്മിശ്ര കുംഭവാരങ്ങൾ നിറഞ്ഞൊരു ജീവിതം. അവൻ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവനാണെങ്കിൽ, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ പാപക്കറകൾ കഴുകപ്പെട്ടവനാണെങ്കിൽ, ആ ധാന്യം വിതയ്ക്കപ്പെടുന്നിടത്ത് നിന്ന് അത് ഉയർത്തെഴുന്നേൽക്കുക സ്വർഗീയ പൂന്തോട്ടത്തിലാണ്, ദൈവത്തിൻ്റെ മണ്ഡലത്തിലേക്കാണ്, അനശ്വരതയുടെ ആ സ്വർഗ സൗഭാഗ്യത്തിലേക്കാണ്, വിശുദ്ധരുടെ ഗണത്തിലേക്കാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേതോ വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഉത്ഥാന അനന്തരമുള്ള മനുഷ്യൻ്റെ തേജസ് എന്ന് പറയുന്നത് വിതയ്ക്കപ്പെട്ട വിത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പ്രബോധനം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോക ജീവിതം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെട്ടതാണോ അത്രത്തോളം പ്രശോഭ സ്വർഗീയ ജീവിതത്തിലുണ്ടാകും. സൂര്യൻ്റെ തേജസ്, ചന്ദ്രൻ്റേത്, നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ഉത്ഥാനത്തിൽ ആ മഹത്വത്തിൽ തേജസ്സിന് വ്യത്യാസം ഉണ്ടാകും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യമെന്താണ്? എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല. സ്വർഗീയ മഹത്വത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ഒരു അടുത്ത ജീവിതം എനിക്ക് നയിക്കണമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. എങ്കിലേ നമ്മുടെ ജീവിതം വിശുദ്ധമാവുകയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനം മാനസാന്തരപ്പെട്ടാൽ മതി, അവസാന മണിക്കൂർ വന്നവനും ഒരേപോലെയാണ് കൂലി കിട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവിധ ധാർമ്മികതയുടെയും വഴിയെ നടന്ന് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറിയാൽ മതി. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. മരിച്ചവരുടെ പുനരുത്ഥാനവും ഇപ്രകാരമാണ്: നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ജീവൻ തരുകയാണ്. എങ്ങനെയാണ് ജീവൻ തരുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ഉദാഹരണത്തിലൂടെ. നശ്വരമായത് അനശ്വരമായി. അപ്പോൾ ഈ നശ്വരതയിൽ അപമാനമുണ്ട്, ഇവിടെ ബലഹീനതയുണ്ട്, ഇവിടെ ഭൗതികതയാണ്. അപ്പം നശ്വരമായതും ബലഹീനമായതും അപമാനിക്കപ്പെടുന്നതുമായതിനെ ഈ ഭൂമി സ്വീകരിച്ചു, ജീർണിച്ച് പുതിയൊരാത്മീയ ശരീരം, സ്വർഗീയ ശരീരം, സ്വർഗീയ തേജസ് നമുക്ക് തരുന്നു. ഈ ഒരു അഭിഷേകത്തിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത്. ഈ ലോകത്തിന് വേണ്ടിയല്ല. ഇവിടെ കഷ്ടപ്പാടുകളുണ്ടാകാം, സഹനങ്ങളും വേദനകളും ഉണ്ടാകാം. ഡോണ്ട് വറി.
എൻ്റെ ആത്മീയ ശരീരത്തിന് പ്രശോഭയാണ് എൻ്റെ ലക്ഷ്യം. ഈ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാവത്തോട് വിടവാങ്ങിയിരിക്കുന്നുവെന്ന് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിന് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പാവത്തോട് വിടവാങ്ങുന്നതിനനുസരിച്ച് നിൻ്റെ ആത്മീയ ശരീരത്തിന് പ്രശോഭയുണ്ടാവും. നിനക്കൊരു കാവൽ മാലാഖയെ തന്നിരിക്കുന്നത് നിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ സ്വർഗത്തിലെത്തുവോളം ഈ മാലാഖ നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. ആ കാവൽ മാലാഖയോട് ചേർന്ന് നിൻ്റെ ജീവിതത്തെ വിശുദ്ധിയുടെ വഴികളിലൂടെ ചരിക്കാൻ പ്രാർത്ഥനാപൂർവം ഗൗരവപൂർവം ഇടയാക്കുന്നില്ലെങ്കിൽ അവസാന കാഹളം മുഴക്കുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരുന്നവരുടെ ഗണത്തിലേക്ക് നീയും തള്ളപ്പെടും. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അന്ത്യങ്ങൾ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് 4 ഒന്നാമത്താണ് മരണം, ഈ ലോകത്തിലെ അന്ത്യം. അതിനെ തുടർന്ന് നമ്മൾ പറഞ്ഞ ഒരു ധാന്യം വിത്ത് വിതയ്ക്കുന്ന അനുഭവമാണ് മരണം. അത് കഴിഞ്ഞുള്ളൊരു പുനർജനനമുണ്ട്. ആ ജനനം ഈ ലോകത്തിലെ പ്രവർത്തികൾക്കനുസരിച്ചാണ്, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഇതാണ് കത്തോലിക്ക വിശ്വാസം. അതല്ലാതെ മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൽ തന്നെയുള്ള ഒരു പുനർജനനമല്ല, മറിച്ച് അനശ്വരമായ ലോകത്തിലുള്ള ഒരു പുനർജനനം. അപ്പോൾ നന്മ ചെയ്തവർക്ക് രക്ഷയുടെ വഴി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. തിന്മ ചെയ്തവർക്ക് പൈശാചിക അടിമത്തത്തിൻ്റെ ബന്ധനത്തിൽ മരണമടഞ്ഞവർക്ക് ക്രിസ്തുവിനോട് കൂടെ മരിച്ചവർ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുമ്പോൾ സാത്താനോടുകൂടെ മരിച്ചവർ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നൊരനുഭവം, നിത്യ നരകം. അതാണ് സഭയുടെ പ്രബോധനം. എന്നാൽ ദൈവം തൻ്റെ കരുണയുടെ ഒരു വലിയ വച്ചുനീട്ടൽ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വീണ്ടും തരുന്നതാണ്. ദി എക്സ്റ്റൻഷൻ ഓഫ് ഡിവൈൻ മേഴ്സി. ദൈവത്തിൻ്റെ മണ്ഡലം എക്സ്റ്റെൻഡ് ചെയ്ത് ശുദ്ധീകരണ അവസ്ഥയിലൂടെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടാനായിട്ട് നീട്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പൈശാചിക അടിമത്തത്തിൽ അവനോടുകൂടെ മരിച്ചവനല്ലെങ്കിൽ പോലും ക്രിസ്തുവിനോടുകൂടെ പൂർണ്ണ വിശുദ്ധിയിലായിരിക്കാൻ കഴിയാത്ത ഒരാത്മാവിന് ഈ പൂർണ്ണ വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ ദൈവം വീണ്ടും തൻ്റെ കരുണയുടെ കവാടം തുറന്നു കൊടുക്കുന്നതാണ് ശുദ്ധീകരണ അവസ്ഥ. ശുദ്ധീകരണ അവസ്ഥയിലൂടെ അവൻ എത്തുന്നത് സ്വർഗത്തിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് സഭാധനയരായ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം. ഈ ഭൂമിയിലെ സഭ സമര സഭയാണ്. ആത്മീയ സമരത്തിലൂടെ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എത്രമാത്രം പ്രാർത്ഥനയിലൂടെ, എത്രമാത്രം തിരുവചനത്തിലൂടെ, എത്രമാത്രം കൗദാശിക ജീവിതത്തിലൂടെ നമ്മുടെ ഈ ആത്മാവിനെ കേടുപാടുകൾ സംഭവിക്കാതെ പരിക്കേൽക്കാതെ കാത്തുസൂക്ഷിക്കാൻ നാം ശ്രമിക്കുന്നുവോ അത്രത്തോളം പരിപൂർണതയിലേക്ക്, അത്രത്തോളം തിളക്കത്തിലേക്ക്, അത്രത്തോളം പ്രശോഭയിലേക്ക് ഈ ആത്മാവിനെ തേജസ്സുറ്റതാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതുമാത്രമല്ല, ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള കൃപയും അനുഗ്രഹവും അഭിഷേകവും കിട്ടിയിരിക്കുന്നത് നമുക്ക് മാത്രമാണ്. നമ്മുടെ ഓരോ ഇഷ്ടക്കേടുകളെയും ഇഷ്ടമാക്കി മാറ്റിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോ സകലങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആത്മരക്ഷയ്ക്കായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയെ പ്രതി ഒരു 10 ആത്മാവിനെയെങ്കിലും 100 ആത്മാക്കളെയെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദന സ്വീകരിക്കുവാൻ, ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഈശോയെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എങ്കിലും ഞാനത് സന്തോഷത്തോടെ ചെയ്യുന്നു, ഈ സന്തോഷത്തെ പ്രതി, ഞാനിത് ചെയ്യുന്ന ഈ വലിയ ത്യാഗത്തെ പ്രതി
ഒരു 50 ആത്മാക്കളെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹന സഭയിലെ മക്കൾക്ക് ബലം കൊടുക്കുന്ന സമര പോരാളികളാകാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് കഴിയൂ. ഒപ്പം നമ്മളെ അനാഥരായി വിടുകയല്ല ദൈവം ചെയ്തിരിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുലിഖിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഓട്ടപ്പന്തയത്തിൽ സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാൻ ഇതാ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ നിര, വിശുദ്ധരുടെ ഒരു സമൂഹമുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്ന പ്രിയ വിശ്വാസി, നീ എന്തിനു ഭയപ്പെടണം? നമുക്ക് ചുറ്റുമുണ്ട് സാക്ഷികളുടെ ഒരു വലിയ നിര, വിശുദ്ധരുടെ വലിയ കൂട്ടായ്മ, സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം, പരിശുദ്ധ അമ്മ, ത്രിലോകരാജ്ഞി, സകല വിശുദ്ധരോടും കൂടെ മലാഖമാരോടും കൂടെ വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ള തിരുവചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നമ്മുടെ പിന്നാലെ വരാൻ വേണ്ടി കർത്താവിനെ ഇടയനാക്കി മുന്നോട്ട് ജീവിക്കുവാനുള്ള കരുത്ത് പകരാൻ നമ്മളെ സഹായിക്കാൻ സാക്ഷികളുടെ ഒരു വലിയ നിര, അതാണ് സ്വർഗീയ സമൂഹം, വിജയസഭ. ആ സഭയുടെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും വലിയൊരു സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ ജീവിക്കാൻ കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു അഭിഷേകം, ഇത് സ്വന്തമാക്കണം നമ്മൾ. അവരോട് കൂടെ ആ സ്വർഗീയ മഹത്വം പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശവും ലക്ഷ്യവും ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും അതിനുള്ള പ്രത്യാശയും വിശ്വാസവും സ്നേഹത്തിൻ്റെ സൽപ്രവർത്തികളും കാരുണ്യത്തിൻ്റെ ജീവിതവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയും, എൻ്റെ ഇളയ സഹോദരനിലൂടെ നീ എന്നെ തന്നെയാണ് ശുശ്രൂഷിച്ചത്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നില്ലല്ലോ. സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ ഏത് സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ ഈശോ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്താ? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയും കാരാഗ്രഹവാസിയും രോഗിയുമായിരുന്നു. എന്താ നിൻ്റെ പ്രതികരണം? എന്താ നിൻ്റെ പ്രതികരണം? അത് ആശ്രയിച്ച് നിൻ്റെ ഉത്ഥാന ജീവിതത്തിന് തേജസ് വർദ്ധമാനമാകും. കാണപ്പെടുന്ന സഹോദരങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം നീ കാണുമ്പോൾ, അവരെ നീ സ്നേഹിക്കുമ്പോൾ, അവർക്ക് നീ ആശ്രയം അരുളുമ്പോൾ, അതുമാത്രമാണ് നിൻ്റെ സ്വർഗപ്രാപ്തിക്കുള്ള ഏക മാർഗം. പ്രിയ മകനെ, മകളെ, ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ദൗത്യത്തിലേക്ക് നിന്നെ ഒരുക്കുന്ന സഭയുടെ ശുശ്രൂഷകളാണ്, ലോകത്തിൻ്റെതായ ചില ക്രമീകരണങ്ങളാണ്. ലക്ഷ്യം ഇതാണ്, സ്വർഗം. ഈ ലക്ഷ്യത്തിൽ പോകാനുള്ള മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ്. ആ സ്നേഹത്തിൻ്റെ മാർഗത്തിലേക്ക് നിൻ്റെ വിശ്വാസവും നിൻ്റെ പ്രത്യാശയും നിൻ്റെ ഭക്താഭ്യാസങ്ങളും നിൻ്റെ ജീവിതത്തിൻ്റെ ചര്യകളും ഒക്കെ നിന്നെ നയിക്കണം. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അതുകൊണ്ട് ഉത്ഥാനത്തിൽ വിശ്വസിക്കാം. ആത്മീയ ശരീരത്തിൻ്റെ തേജസ് വർദ്ധിപ്പിക്കാൻ തക്കവിധമുള്ള വിശുദ്ധമായ ജീവിതത്തിനുടമകളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സഭയുടെ സഹായം, സംരക്ഷണം അനുഭവിച്ച് നമുക്ക് ജീവിക്കാം. ഈ ഭൂമിയിലെ ഓട്ടപ്പന്തയം, ഈ സമരസഭയിൽ ധീരതയോടെ മുന്നേറാൻ, ലോകത്തിൻ്റെ മേൽ വിജയം നേടാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കണ്ണുകളടച്ച് താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, ധീരത നൽകണമേ ഞങ്ങൾക്ക്. താവേ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാതെ വരാനിരിക്കുന്ന സ്വർഗീയ ജീവിതത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞങ്ങൾക്കും ഉത്ഥാനമുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്ഥാനമില്ലെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. കർത്താവേ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ഭൗതിക ശരീരം നശ്വരതയിൽ വിതയ്ക്കപ്പെട്ട് ആത്മീയ ശരീരമായി അനശ്വരതയിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ
കർത്താവേ, സൂര്യനെ പോലെ പ്രശോഭിക്കുവാൻ വേണ്ട ശക്തമായ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തരണമേ. ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട്, ജടികമായ ആസക്തികളിൽപ്പെട്ട്, പൈശാചിക പ്രലോഭനങ്ങളിൽപ്പെട്ട് ഈ ഭൗതിക ശരീരത്തിൻ്റെ ശോഭ നഷ്ടപ്പെടാതെ, ആത്മീയ ശരീരത്തിൻ്റെ ശോഭ മങ്ങലേൽക്കാൻ ഇടവരാതെ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കത്തി ജ്വലിപ്പിക്കണമേ എന്ന്, പാപമാലിന്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന്, വിശുദ്ധിയിൽ അനശ്വരതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നുചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.